പാമോലിൻ കേസിന്റെ ശരിതെറ്റുകൾ അറിയാൻ ജനങ്ങൾക്കുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിചാരണയിലൂടെ മാത്രമേ കേസിലെ സത്യം പുറത്തു കൊണ്ടുവരാനാകൂ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും വിജിലൻസ് അതിനു നൽകിയ മറുപടിയും വിചാരണവേളയിൽ പരിശോധിക്കപ്പെടട്ടെയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിൽ വിചാരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ പ്രോസിക്യൂഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പാമോലിൻ കേസ് പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തടയിട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ശ്രദ്ധേയമായ പല നിരീക്ഷണങ്ങളുമുണ്ട്. പാമോലിൻ കേസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും സജീവമാണ്. ജനങ്ങളുടെ സവിശേഷ ശ്രദ്ധ ഈ കേസിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ശരിതെറ്റുകൾ അറിയാൻ ജനങ്ങൾക്ക് എല്ലാ അവകാശവും ഉണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ഇടപാടിൽ ദുരൂഹമായ ചിലതൊക്കെ നടന്നുവെന്ന് ഏവരും സംശയിക്കുന്നുണ്ട്. അന്വേഷണത്തിലെ കണ്ടെത്തലുകളും ഇത് ശരിവെക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ സാഹചര്യത്തിലാണ് കേസ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. കേസ് പിൻവലിക്കുന്നതിന് എന്തു പൊതു താല്പര്യമാണുള്ളതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രോസിക്യൂഷൻ ജനതാല്പര്യമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന് വിചാരണയല്ലാതെ മറ്റു വഴികളൊന്നുമില്ലെന്നും കോടതി വ്യക്തമാക്കി. രാഷ്ട്രീയ പകപോക്കൽ എന്ന ആരോപണം ഉന്നയിച്ച് കേസ് പിൻവലിക്കാൻ കഴിയില്ല. ജനപക്ഷത്തു നിന്ന് ആർക്കും സർക്കാരിന്റെ ഈ നീക്കത്തെ ചോദ്യം ചെയ്യാവുന്നതാണ്. കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും അതിന് വിജിലൻസ് നൽകിയ വിശദീകരണവും കോടതി ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളും വിചാരണാ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെടാവുന്നതാണെന്നും കോടതി പറഞ്ഞു. ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ജിജി തോംസനെ സർക്കാർ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ഹൈക്കോടതി ഉത്തരവ് ഇനി പരിശോധിക്കേണ്ടി വരും. കാരണം പാമോലിൻ കേസ് വിചാരണയ്ക്ക് വിധേയമാക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ജിജി തോംസൺ ഉൾപ്പെടെ പ്രതിസ്ഥാനത്തുള്ളവരും വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരും. റിപ്പോർട്ടർ, കൊച്ചി.